വാർത്തകൾ തുടരുന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പാലിയേറ്റീവ് ക്യാൻസർ കെയർ ആൻഡ് പെയിൻ മാനേജ്മെന്റ് ക്ലിനിക്കിന്റെ 10ാം വാർഷികാഘോഷം 2013 സെപ്റ്റംബർ 10ാം തീയതി നടക്കുമെന്ന് വാടനപ്പള്ളിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. ബന്ധുക്കള്, വളണ്ടിയർമാര്, ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, അത് ഈ വർഷത്തെ കുടുംബ സംഗമം സെപ്റ്റംബർ 10ാം തീയതി തൃത്തല്ലൂർ ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു ദിവസം രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെ വ്യത്യസ്ത പരിപാടികളോടുകൂടി ആഘോഷിക്കുകയാണ്. ഈ വർഷം ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2003 ഈ സംവിധാനം ആരംഭിച്ചത്. 10 വർഷം പൂർത്തീകരിക്കുകയാണ്. 10ാം വാർഷികം എന്നുള്ള നിലയ്ക്ക് മുൻ കൊല്ലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി വിപുലമായി ആഘോഷിക്കാൻ ഈ സമിതി തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി നമ്മൾ ഒരു കഴിഞ്ഞ 10 വർഷത്തെ ഈ ക്ലിനിക്കിന്റെ പ്രവർത്തനങ്ങൾ പ്രതിപാദിച്ചുകൊണ്ട് ഒരു സ്മരണിക കൂടി പുറത്തിറക്കുന്നു. നമ്മളെ ജനപ്രതിനിധികൾ ഈ മേഖലയിലെ, പ്രത്യേകിച്ച് തീരദേശ മേഖലയിലെ MLA-മാർ, മണലൂർ MLA ശ്രീ PA മാധവൻ, ഗുരുവായൂർ MLA ശ്രീ KV അബ്ദുൽ ഖാദർ, നാട്ടിക MLA ശ്രീമതി ഗീതാ ഗോപി, കൊടുങ്ങല്ലൂർ MLA ശ്രീ TN പ്രതാപൻ, ഇവിടെ 4 MLA-മാരും, പുതിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ CC ശ്രീകുമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും, നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാര്, ബ്ലോക്ക് പഞ്ചായത്ത് തൃത്തല്ലൂർ ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ രാവിലെ 10 മണി മുതൽ ആരംഭിക്കുന്ന വാർഷികാഘോഷത്തിൽ ജനപ്രതിനിധികളും രോഗികളും വളണ്ടിയർമാരും പങ്കെടുക്കും. തുടർന്ന് ഓണസദ്യയും ഓണക്കിറ്റ് വിതരണവും ഓണപ്പുടവ നൽകലും നടക്കും. ഭാരവാഹികളായ K. ദിലീപ് കുമാർ, ചെയർമാൻ ഡോക്ടർ NA മാഹിർ, ജോയിന്റ് കൺവീനർ റൌഫ് ചേറ്റുവ, ട്രഷറർ VB അഹമ്മദ്, കോർഡിനേറ്റർ സോമനാഥൻ ചാലിപ്പാട് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തളിക്കുളം സ്നേഹതീരത്ത് നടക്കുന്ന ഓണാഘോഷ പരിപാടിയുടെ വിപുലമായ ഒരുക്കങ്ങൾക്ക് നേതൃത്വം നൽകാൻ ജനകീയ സംഘടനാ സമിതി രൂപീകരണ യോഗം നടന്നു. DMC-യുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ നാട്ടിക MLA ഗീതാ ഗോപി അധ്യക്ഷത വഹിച്ചു. സാഹചര്യം നിലനിൽക്കില്ല, അതൊട്ടും അനിവാര്യമല്ല, അംഗീകാരമില്ല. അതുകൊണ്ട് തന്നെയാണ് ജനകീയ പങ്കാളിത്തത്തോടുകൂടി ഓണാഘോഷ പരിപാടി വൻ വിജയമാക്കാൻ നിങ്ങളെല്ലാവരുടെയും സഹായം അഭ്യർത്ഥിച്ചു. ബഹുമാനപ്പെട്ട DGPCയുടെ ഡെപ്യൂട്ടി ഡയറക്ടറാണ് ഈ കത്ത് ബഹുമാനപ്പെട്ട കളക്ടർക്ക് വേണ്ടി അടിച്ചിട്ടുള്ളത്. DGPCയുടെ ഓഫീസിൽ നിന്നാണ് 250 കത്തുകൾ തന്നെ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ആ കത്തുകൾ DMC-യുടെ മാനേജർ വഴി ത്രിതല പഞ്ചായത്തുകൾക്ക് കൊടുക്കാനുള്ള സംവിധാനം DGPCയുടെ ഓഫീസിലുണ്ടായിട്ടുള്ളതാണ്. ഇവിടുത്തെ പ്രാദേശിക എല്ലാ ലീഡർഷിപ്പും, സന്നദ്ധ സാമൂഹ്യ സാംസ്കാരിക രജിസ്റ്റേഡ് ക്ലബ്ബുകളും എല്ലാ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെയും അംഗീകാരത്തോടുകൂടി നടത്തണമെന്നുള്ള സതുദ്ദേശം തന്നെയാണ്. അതിൽ ഒരു മാറ്റമില്ല. ആ സതുദ്ദേശം തന്നെയാണ് എനിക്ക് എന്റെ പ്രിയപ്പെട്ട സംഘാടകരുടെ മുന്നിൽ വയ്ക്കാനുള്ളത്. ഇവിടെ നമ്മൾ നടത്തുന്ന ഈ ഓണാഘോഷ പരിപാടി DMC നേരിട്ട് നടത്തൂ, ഈ ജനകീയ പങ്കാളിത്തത്തോടുകൂടി വിപുലമായിട്ടുള്ള സംഘാടക സമിതി നേരിട്ട് നടത്തൂ എന്നുള്ള അഭിപ്രായങ്ങളുള്ളതാണ്. ഇവിടെ സ്വാഭാവികമായും നമുക്ക് 2 തട്ടിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ഒരേ മനസ്സോടുകൂടി DMC-യുടെ സപ്പോർട്ടോടുകൂടി അതിനാണ് ഉദ്യോഗസ്ഥന്മാർ നമ്മളെ സഹായിക്കാനും ഈ പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 3 DGPC ഉദ്യോഗസ്ഥന്മാരാണ് ഈ പരിപാടിയിൽ വന്നിട്ടുള്ളത്. വളരെ വളരെ സന്തോഷമായിട്ടുള്ള അംഗീകാരമാണ്. ആ ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശത്തിലൂടെ നിലവിൽ കഴിഞ്ഞ വർഷം കാലങ്ങളായി നടത്തുന്നുള്ള ഓണാഘോഷ പരിപാടി കാര്യങ്ങളുടെ ജംഗ്ഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഓണാഘോഷ പരിപാടി വൻ വിജയമാക്കി ജനകീയ പങ്കാളിത്തത്തോടുകൂടി DGPC എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് വരണമെന്നാണ് എനിക്കിവിടെ അഭ്യർത്ഥിക്കാനുള്ളത്. ഈ 2 സംവിധാനത്തിൽ അപ്പൊ DMC എടുക്കുന്ന തീരുമാനം ജനകീയപരമായി വൈകരിച്ച് ജനപങ്കാളിത്തത്തിൽ കൂടി വിപുലമായി നടക്കുന്ന സാംസ്കാരിക പരിപാടികളും ചിലവ് കുറഞ്ഞ രീതിയിൽ നടത്തുന്നതിനുമായിരിക്കണം ഈ തീരുമാനം. അതിനായി നമ്മൾ ഓണാഘോഷ പരിപാടിക്ക് ഒരു ബ്രാൻഡ് നെയിം ഇടണം. ഓണമിലാവ് എന്ന രീതിയിൽ ഇടണം. അത് നിങ്ങളുടെ നിർദ്ദേശമനുസരിച്ച് ഒരു പേരിട്ടുകൊണ്ട് പ്രോഗ്രാമുകൾ നിശ്ചയിച്ച് നിലവിലുള്ള പ്രോഗ്രാമുകൾ 5 കമ്മിറ്റികളെ നിലനിർത്തിക്കൊണ്ട് ഈ കമ്മിറ്റി 3 ദിവസത്തെ വർണ്ണാഭമായ ഓണാഘോഷ പരിപാടികളാണ് സ്നേഹതീരത്ത് നടക്കുക. 5 സബ് കമ്മിറ്റികളും ഇതോടൊപ്പം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ്, തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് PA ഷൌക്കത്ത് അലി, മെമ്പർമാരായ അബ്ദുൾ ജബ്ബാർ, സിന്ധു സന്തോഷ്, റസിയ റിയ, ഗീത വിനോദൻ, ജീജ രാധാകൃഷ്ണൻ, DTPC സെക്രട്ടറി ജേക്സൺ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു വിഭാഗം
ജനമുന്നണി നേതാക്കൾ യോഗം ശരിയായ രീതിയിൽ അറിയിച്ചില്ലെന്നാരോപിച്ച് ഇറങ്ങിപ്പോക്കും നടത്തി. ജനമുന്നണിയെ അറിയിക്കുന്നില്ല. ചില നിർദ്ദേശങ്ങൾ ഭരിച്ചവരാണ്. ഇന്ന് ഞങ്ങൾക്ക് 2 മെമ്പർമാരുണ്ട്. ഈ രണ്ട് മെമ്പറാണ് നിൽക്കുന്നത്. ശ്രീമതി ഉമ്മ ടീച്ചർ ഈ 7ാം ഇവിടെ നമുക്ക് നമ്മുടെ മുന്നിലുള്ള ചില യാഥാർത്ഥ്യവും ഇവര് ഇങ്ങനെ അത് കണ്ടുകൊണ്ട് വേണം നമുക്കിവിടെ ഈ പരിപാടി രൂപം കൊടുക്കും. പ്രത്യേക പാർട്ടിക്കാർ മാത്രം നടത്തുന്ന നമുക്ക് വളരെ കർണാടക സമിതിയാണ്. കുറവ് സമയം മാത്രമേ അതിന് അനുവദിച്ചിട്ടുള്ളൂ. എതിരായിട്ടാണ് MLA ഇങ്ങനെ ഒരു വിപുലമായ ഓണാഘോഷ പരിപാടി ഒഴിവാക്കിയത്. കൊണ്ട് ഞങ്ങൾക്ക് എന്റെ അഭിപ്രായത്തിൽ ഞങ്ങൾ അത് ഇറങ്ങിപ്പോവുകയാണ്. പ്രധാന വാർത്തകൾ